നമസ്കാരം. ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്, വരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്, കേരളത്തിലെ ഐലൻഡ് ലിവിംഗ് ടൂറിസം. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഐലൻഡ് ലിവിംഗ് ടൂറിസം ചിലപ്പോൾ പലരും കേൾക്കാത്ത ഒരു സംഗതിയായിരിക്കാം, എന്നാൽ വളരെ നൂതനമായ ഒരു ആശയമാണ്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇമാതിരി പല പ്രൊജക്റ്റുകളും വിജയിച്ച ചരിത്രമുണ്ട്, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതൃകയാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡൊക്കെ നടക്കുന്ന സംഗതിയാണ്. അവിടെ ഫാം ടൂറിസം ഉണ്ട്, ഭയങ്കര ഫേമസ് ആവുന്നത്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഈ മഞ്ഞുമലകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രദേശങ്ങളും അല്ലെങ്കിൽ ട്രെയിനിലൂടെയൊക്കെ ഉള്ള സീനിക്കായിട്ടുള്ള യാത്രകളൊക്കെ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് പലരും കൊടുക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പല വിദേശീയരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരൊരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ എല്ലാവിധ സൗകര്യങ്ങളും ആ നാട്ടുകാരെങ്ങനെയാണോ ജീവിക്കുന്നത് അതേ മാതൃകയിൽ ജീവിച്ച്, ഇപ്പോൾ അവിടെ പശുക്കറവയുണ്ടെങ്കിൽ ആ പശുക്കളെല്ലാം കറന്ന് അങ്ങനെ കുറച്ച് 1-2 മാസം ജീവിക്കുന്ന ഒരു സെറ്റപ്പാണ് പല വിദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളും ഇമാതിരി സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നത്. അതുപോലെ അല്ലെങ്കിലും ഏകദേശം അമ്മാതിരി ഒരു മാതൃകയാണ് ഈ ഐലൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാർ. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത് വരാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കടമക്കുടി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ സാമൂഹിക ജീവിതവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മാതൃകയായിരിക്കും ഇത്. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ജീവിതവും എല്ലാം ഈ ഒരു ടൂറിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരും. ഇത് വിദേശീയർക്ക് മാത്രമല്ല ഒരു പുതിയ അനുഭൂതി കൊണ്ടുവരുന്നത്, തദ്ദേശീയമായിട്ടുള്ള ആൾക്കാർക്കും ഒട്ടനവധി തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ഒട്ടനവധി അവസരങ്ങളും ഈ നാട്ടുകാർക്ക് കിട്ടാവുന്നതാണ്. വിദേശികൾക്ക് കിട്ടുന്നത് ഒരു പുതിയ ഒരു ലീവിങ് കണ്ടീഷൻസാണ്. ഒരു ഐലൻഡിൽ പോയിട്ട് കുറച്ചു കാലം ജീവിക്കാം, അവിടുത്തെ ആൾക്കാരുമായി സഹവസിക്കാം. അതെല്ലാം കൊണ്ടുള്ളൊരു നൂതനമായ ആശയം. ഈ കടമക്കുടിയിൽ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകതകൾ ഇവിടുത്തെ കുറച്ച് വിഭവങ്ങളാണ്. അതിൽ തന്നെ പൊക്കാളി അരി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ചെമ്മീൻ കൃഷി, അതുപോലെ തന്നെ മത്സ്യബന്ധനം, എല്ലാത്തിനും പുറമെ ഇവിടെ താറാവും എല്ലാം ഉണ്ട്. അപ്പോൾ കുറേയേറെ മത്സ്യങ്ങളുടെയും താറാവുകളുടെയും എല്ലാത്തിൻ്റെ ഇടയിൽ ഒത്തിരി വിദേശികളും തദ്ദേശീയരുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ വന്ന് ആ ഒരു പ്രദേശത്തെ അനുഭവിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തുടക്കത്തിൽ ചെറുതായിട്ടാണെങ്കിലും തുടങ്ങുന്ന ഈ പ്രോജക്റ്റ് ഏകദേശം 1 കോടിയോളം രൂപ മുടക്കിയാണ് ഇത് തുടങ്ങുന്നത്. ഏകദേശം 5 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളിലായിരിക്കും ഇത് പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇത് വേറെ ഒരു ലെവലിലേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഇത് ചെറുതാണെങ്കിലും ഇതൊരു ചെറിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇതൊരു വലിയ മഹാസംഭവമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കാരണം ലോകത്തിലെ ടൂറിസം എല്ലാം ഇപ്പോൾ ആ വഴിക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളും ലോകത്തിനൊപ്പം ചുവട് വെച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടികളെല്ലാം അവതരിപ്പിക്കാനായിട്ടൊരു ഗാലറിയും വരുന്നുണ്ട്. അവർക്ക് അത് ഷോക്കേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റു പ്രധാന അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ലോകത്ത് പണ്ട് മുതലേ ഒരു നിലനിന്നിരുന്ന ഒരു വിനോദമാണ് മീൻപിടുത്തം അല്ലെങ്കിൽ ഫിഷിംഗ്. നമ്മൾ ഇന്ന് കേരളത്തിൽ വളരെയധികം ആളുകൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒത്തിരി യൂട്യൂബേഴ്സ് അതുമാതിരി ഉണ്ട് കേട്ടോ. ഒത്തിരി ആളുകളും അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം വിദേശികൾക്കും സ്വദേശികളായിട്ടുള്ള ടൂറിസത്തിനും ഫിഷിങ്ങിനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ചെമ്മീൻ കെട്ടുകളിലും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ പാടങ്ങളിലും എല്ലാം യഥേഷ്ടം വിഹരിച്ച് നടക്കാവുന്ന ഒരു അന്തരീക്ഷവും കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് മീന് നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് മീൻ മേടിക്കാനും ഇവിടെ നിന്ന് സാധിക്കും. ഒട്ടനവധി മത്സ്യസമ്പത്ത് ഇവിടെ ഉള്ള ഒരു പ്രദേശമാണ്. അതുപോലെ ഇവിടെ മറ്റൊരു സംഗതി ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ്, അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് നമുക്ക് ആ ഒരു കായലിൻ്റെയോ അങ്ങനെ ഒരു പ്രദേശത്തെ ആ ഒരു ജലാശയത്തിൻ്റെയോ ആ ഒരു പ്രതലത്തിൽ കടന്ന് ജസ്റ്റ് ഒന്ന് കുലുങ്ങി നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ വേണം, കുട്ടികളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് നല്ലൊരു ബോട്ടിങ്ങിനായിട്ട് ബോട്ടിംഗ് പോയിൻറ്റ്സും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മൾ മുന്നേറാൻ പോവുകയാണ്. ഇതൊരു തുടക്കമാവട്ടെ. ലോകത്തിന് മുന്നിൽ പല ഇതേപോലുള്ള പ്രോജക്റ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ കടമക്കുടിക്കാർക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു സംഗതി കൂടി വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡാണ്. വരാപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡിൻ്റെ നവീകരിച്ച് വളരെ മനോഹരമായിട്ടൊരു റോഡായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3 കോടി രൂപയോളം മുടക്കിയാണ് ആ റോഡ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം വികസനമാണ് ഈ മേഖലയിലേക്ക് വരാൻ പോകുന്നതും അതിലൂടെ
എറണാകുളം വികസിക്കുന്നതും കേരളം വികസിക്കുന്നതും ഇന്ത്യ വികസിക്കാൻ പോകുന്നതും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി നിങ്ങളിലേക്ക് വരുന്നവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രേരണ സ്റ്റാർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.